ആകെ പാടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ള ആരാധനക്കർഹൻ ഏകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ള മാനവർക്കായെന്ന് നിർവഴി കാട്ടുവാൻ മക്കത്തുദിത്ത ഹബീബുള്ള മംഗകൾ കുത്തമി ആമിനബി പെറ്റ മുഹമ്മദ് സല്ലല്ലാഹ് ആകെ പാടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ള ആരാധനക്കർഹൻ ഏകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ള ഒരു നാൾ നബിയും അബൂബക്കർ സിദ്ദീഖും ഒരുമിച്ചവർ സൗർ ഗുഹയിൽ പ്രവേശിച്ചു. സിദ്ദീഖുൽ അക്ബറിൻ മടിയിൽ തല വെച്ച് അന്ത്യപ്രവാചകൻ നിദ്രയെ പ്രാപിച്ച് ചന്തവാദനം കണ്ട് അബൂബക്കർ പുഞ്ചിരി തൂകുന്നുണ്ട്. പുഞ്ചിരി തൂകുന്നു, ചുറ്റിലും നോക്കുന്നു, ഓതും പഴുതും അടയ്ക്കുന്നു. പഴുതുന്നടയ്ക്കുവാൻ ശീലത്തുണ്ടില്ല, പദവിയിൽ കൊണ്ടമർത്തുന്നു. ആകെ പാടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ള ആരാധനക്കർഹൻ ഏകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ള മുത്ത് റസൂലുള്ള സുഖമായുറങ്ങുന്നു. മുഖം കണ്ട് സിദ്ദീഖ് സന്തുഷ്ടരാകുന്നു. മൂക്കൻ പാമ്പോട് കാലിൽ കാടിക്കുന്നു. മൂർച്ഛിച്ച വേദന സിദ്ദീഖിലേറുന്നു. നബിയെ ഉണർത്തിയില്ല, സിദ്ദീഖിൻ വേദന മാറുന്നില്ല. പൊട്ടിയൊഴുകുന്ന കണ്ണുനീർത്തുള്ളികൾ പെട്ടെന്ന് മുത്ത് റസൂലിന്റെ വട്ടമുഖത്തൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടിയുണർന്നൊന്നു നോക്കുന്നേ. ആകെ പാടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ള ആരാധനക്കർഹൻ ഏകൻ